ഈശോയ്ക്കും അമ്മയ്ക്കും മഹത്വം ഉണ്ടാവട്ടെ. എൻ്റെ പേര് ലിസി ബേബി. ഞാൻ എളംകുളത്തുനിന്ന് വരുന്നു. ഇതെൻ്റെ കൂട്ടുകാരി, നെയ്ബറും കൂടിയാണ്. പേര് ലൈല. ഒരു മുസ്ലിം സഹോദരിയാണ് ലൈല. ഞങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം 35 വർഷങ്ങൾക്ക് കഴിഞ്ഞിട്ടാണ് ഇവളെ മീറ്റ് ചെയ്യുന്നത്. അത് മീറ്റ് ചെയ്യുന്ന സമയത്ത് ഇവൾ ബോൺ ക്യാൻസറായിട്ട് കിടന്ന സ്ഥലത്തുനിന്ന് അനങ്ങാൻ പോലും വയ്യാത്തൊരവസ്ഥയിലാണ് കണ്ടുമുട്ടുന്നത്. ആ സമയത്ത് ഞാൻ എൻ്റെ കയ്യിൽ തൈലവും ഉപ്പും തേനും ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ആ നേർച്ച വസ്തുക്കൾ ഞാൻ ഇവൾക്ക് കൊടുക്കുകയും ഇവൾ പിറ്റേ ദിവസം മാതാവിനെ സ്വപ്നം കണ്ട് കാലിൽ വീണ് കിടക്കുന്നതായിട്ട് ഇനിയുള്ള കാര്യങ്ങൾ എൻ്റെ കൂട്ടുകാർ തന്നെ പറയും. എൻ്റെ പേര് ലൈല, എറണാകുളത്തു നിന്ന് വരുന്നത്. എനിക്ക് ഒരു 21 വർഷം ആയി ക്യാൻസർ എല്ലിന്. ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കണമായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ഇടയ്ക്ക് വന്ന് കാണാറുണ്ടായിരുന്നു. ഒരു 35 വർഷത്തിന് ശേഷം കണ്ട ഫ്രണ്ടാണ് ലിസി. അവൾ ഇത് വിവരം അറിഞ്ഞിട്ട് അവൾ വന്ന് ഇവിടുത്തെ തൈലം, ഉപ്പ്, തേൻ ഇതൊക്കെ കൊണ്ടുവന്ന് തന്ന്, നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇത് വെച്ച് പ്രാർത്ഥിക്കുന്നു പറഞ്ഞ്. ആ സമയത്ത് ഞാൻ തീരെ കെടുപ്പിലായി പോയായിരുന്നു. എൻ്റെ ഭാര്യയിലിന് ആയിരുന്നു ആ സമയത്ത് വന്നത്. എഴുന്നേക്കാനും നടക്കാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ് ഇവരെന്നെ വന്ന് കണ്ടത്. ആ സമയത്ത് ഇവൾ എൻ്റെ അടുത്ത് പറഞ്ഞ് നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ ഇതിവിടെ വെക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നീ ഇത് വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞു. അന്ന് രാത്രി തന്നെ ഞാനത് വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ മാതാവ് സ്വപ്നത്തിൽ പിറ്റേ ദിവസം തന്നെ സ്വപ്നത്തിൽ വന്ന്, പിന്നെ ഡോക്ടറെ അടുത്ത് പിറ്റേ ദിവസം പോയി അതൊക്കെ കഴിഞ്ഞ് വന്ന് പിന്നെ നല്ല ആ ഒരു അവസ്ഥയിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് നടന്നു തുടങ്ങി. ഇപ്പോഴും ഇവിടുന്ന് കിട്ടിയ ഉപ്പും തേനും എല്ലാം ഞാൻ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട്. എവിടെയെങ്കിലുമൊക്കെ വേദന വരുമ്പോൾ ഞാനത് വെച്ച് പ്രാർത്ഥിച്ച് അത് ചെയ്യുമ്പോൾ എനിക്ക് നല്ലൊരു ആശ്വാസം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിലും ക്യാൻസറിൻ്റെ മരുന്നുകളൊന്നും കഴിക്കണില്ല. അങ്ങനെ ഇപ്പോൾ രോഗശാന്തി കിട്ടിയെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം. എൻ്റെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ഞാൻ എപ്പോഴും കാണാറുണ്ട്. മാതാവായിട്ട് ഞാൻ സംസാരിക്കാറുണ്ട്. മാതാവിനെ സ്വപ്നത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഞാനായിട്ട് ഇങ്ങനെ സംസാരിക്കുന്നത് ഒക്കെ ഞാൻ എപ്പോഴും കാണാറുണ്ട്. അത് എനിക്ക് ഭയങ്കര, അത് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത്രയ്ക്കും ഞാൻ മാതാവായിട്ട് അടുത്തിട്ടുണ്ട്. എനിക്ക് മാതാവുണ്ട്. എൻ്റെ എല്ലാതും എൻ്റെ മാതാവാണ്. ഇപ്പോൾ ഈ നിൽക്കാൻ ഇവിടം വരെ എത്താനും എൻ്റെ ഈ ഫ്രണ്ട്സ് അതിനൊരു നിമിത്തമായി. അതൊന്നും ഒട്ടും മറക്കാൻ പറ്റില്ല. അവൾക്ക് സന്തോഷാധിക്യം കൊണ്ട് പറയാനായിട്ട് പറ്റുന്നില്ല. ശരിക്കും പറഞ്ഞാൽ അവളുടെ ഈ അവസ്ഥയിൽ എത്തിച്ചേർന്നത് മാതാവാണ് ഒരു കാരണമായത്. ഇവളുടെ രോഗത്തിന് വേണ്ടിയിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു രോഗസൗഖ്യം കിട്ടാനായിട്ട്. എന്തായാലും ഇന്നത്തെ ഈ അവസ്ഥയിൽ ഇവൾ ശരിക്കും തീർത്തും ഒറ്റപ്പെട്ട് ഒരു വീട്ടിലെ ഒരു നെഗറ്റീവ് എനർജിയുള്ള ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് കഴിയണ പോലത്തെ ഒരു അവസ്ഥയിലായിരുന്നു. ഇപ്പോൾ അവൾക്ക് ചുറ്റിനും എല്ലാവരും ഉണ്ട്, ഫ്രണ്ട്സും വീട്ടുകാരും. അവളുടെ വീട്ടിൽ ഇപ്പോൾ ചെല്ലുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് ഫീലാണ്. അവളിങ്ങനെ നടക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതം തോന്നുന്ന അത്രയും ഒരു വലിയൊരു അനുഗ്രഹമാണ് മാതാവും ഈശോയും അവൾക്ക് നൽകിയിരിക്കുന്നത്. ഈ അനുഗ്രഹത്തിന് ഞാൻ അവൾക്ക് നന്ദി പറയുന്നു. മാതാവിന് ഒരുപാട് 1000 നന്ദി പറഞ്ഞാലും മതിയാവില്ല ഈ ഒരു അവസരത്തിൽ. ഇനി ഞാൻ എൻ്റെ ഒരു നിയോഗം പറയുകയാണ്. ഞാൻ ഒരു പ്രൈവറ്റ് സ്കൂളിൽ ടീച്ചറായിരുന്നു. 28 വർഷം ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം വോളണ്ടറി റിട്ടയർമെൻ്റ് എടുത്തതായിരുന്നു. അതിനുശേഷം റിട്ടയർമെൻറ്റിൻ്റെ പ്രായമായപ്പോൾ ഞാനൊന്ന് പെൻഷന് വേണ്ടിയിട്ട് ഒരു അപേക്ഷ വെച്ചു. പക്ഷേ 1 വർഷമായിട്ടും അത് ശരിയാവാതെ ആയപ്പോൾ ഓഫീസിലുള്ളവരെ സമീപിച്ച് അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്തിട്ടും അത് ഒന്നും ശരിയാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ പുറത്തൊരു പ്രൈവറ്റ് ഏജൻസിനെ സമീപിച്ച് അതിൻ്റെ വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ
മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കിയെങ്കിലും ആ ഏജൻറ്റ് എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. അവർ പിന്നെ അവസാനം PFൻ്റെ ഓഫീസിൽ തന്നെ നേരിട്ട് പോകാൻ പറഞ്ഞു. അവിടെ ചെന്ന് അവിടുത്തെ സ്റ്റാഫും അവർക്ക് പറ്റുന്ന രീതിയിലൊക്കെ അവർ മെയിലിൽ ചെക്ക് ചെയ്തിട്ടും അവർ പറയണത് ഇത് ഓൾറെഡി എടുത്തതാണെന്നുള്ള രീതിയിലാണ് പറയണത്. അവർക്കൊന്നും ചെയ്യാനായിട്ട് അതിലില്ല എന്നുള്ള രീതിയിൽ ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലത്തെ ഒരു റിപ്ലൈ ആണ് അവരുടെ അടുത്ത് നിന്ന് കിട്ടിയത്. അങ്ങനെ ഇരിക്കുമ്പോൾ ഞങ്ങളുടെ ഈ ഒരു വിഷമസന്ധിയിൽ അവിടെ ഒരു പുറത്തുനിന്നുള്ള ഒരു PR വന്നിട്ടുണ്ടായിരുന്നു. ആ മാഡം ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ചെക്ക് ചെയ്തിട്ട് മെയിൽ ചെക്ക് ചെയ്ത് പിന്നെ മുംബൈയിലേക്ക് ആ പുള്ളിക്കാരത്തിൻ്റെ ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ച് പിന്നീട് വീണ്ടും മെയിൽ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഇനി ശരിയാവാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനവിടെ നിന്ന് ഒരു കൊന്ത ചെല്ലാമെന്ന് വിചാരിച്ച് കൊന്ത ചൊല്ലി തുടങ്ങിയ ഒരു സ്വർഗസ്നപിതാവ് നന്മ നിറഞ്ഞ പറയുമ്പോൾ ചെല്ലുമ്പോഴേക്കും ആ മാഡം പറഞ്ഞു, മാഡത്തിൻ്റെ പെൻഷൻ്റെ ഇതെല്ലാം ഓൾറെഡി അപ്രൂവ് ആയിരിക്കുകയാണ്, ഇനി ഈ മാസം തുടങ്ങി IAS ഉൾപ്പെടെ പെൻഷൻ കിട്ടിത്തുടങ്ങുമെന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ മാതാവ് ശരിയാക്കി തന്നതായിട്ട് തന്നെയാണ് എൻ്റെ പൂർണ്ണ വിശ്വാസം. ഈ അനുഗ്രഹത്തിന് ഈശോയ്ക്കും മാതാവിന് ഞാൻ നന്ദി പറയുന്നു. വേറെ ഒരു അത്ഭുതമെന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയ ഒരു അനുഗ്രഹമാണ്. എൻ്റെ ഒരു നടുവിൽ ഒരു ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ടായിരുന്നു. അതിൻ്റെ പെയിൻ എനിക്ക് കാലിൻ്റെ പാദം വരെ ഉണ്ടായിരുന്നു. ഡോക്ടറെ കണ്ടപ്പോൾ എക്സ്റേ എടുത്തപ്പോഴാണ് മനസ്സിലായത് ഹെയർ ലൈൻ ഫ്രാക്ചർ ഉണ്ടെന്ന്. 2 ആഴ്ച റെസ്റ്റ് എടുക്കാൻ പറഞ്ഞ് മെഡിസിനും ഓയിൽമെൻറ്റൊക്കെ തന്നു. ഞാനത് വീട്ടിൽ വന്നിട്ട് ഉപയോഗിക്കാനൊന്നും പോയില്ല. ഞാൻ വിചാരിച്ചു മാതാവിൻ്റെ തൈലം മാത്രം ഉപയോഗിച്ചാൽ മതിയെന്ന്. എന്തായാലും ആ തൈലം കൊണ്ട് തന്നെ എനിക്ക് പൂർണ്ണ സൗഖ്യം കിട്ടി. 2ാമത്തെ ദിവസം തന്നെ വേദന നല്ല ആശ്വാസം കിട്ടി. ഞാൻ പഴയതുപോലെ തന്നെ എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ചെറുതും വലുതുമായിട്ട് ഇനിയും ഒരുപാട് അനുഗ്രഹങ്ങൾ മാതാവ് തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയുന്നു. കാരുണ്യ പ്രവൃത്തികൾ ഓൾഡ് ഏജ് ഹോമിലും അതുപോലെ സഹായം ആവശ്യമുള്ള പലർക്കും സാമ്പത്തികമായിട്ടും ഭക്ഷണമായിട്ടൊക്കെ എത്തിക്കാറുണ്ട്. പേപ്പർ വിതരണം ചെയ്യാറുണ്ട്. പള്ളിയിൽ ഡെയിലി പോവാറുണ്ട്. അങ്ങനെ ആത്മീയതയിലാണ് ജീവിക്കുന്നത്. ധ്യാനം, അച്ഛൻ്റെ ധ്യാനം എല്ലാ ചൊവ്വാഴ്ചയും മുടങ്ങാതെ കൂടാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കാറുണ്ട്. കുടുംബത്തിലെ പ്രാർത്ഥന എല്ലാവരും കൂടി ഇരുന്ന് കുടുംബ പ്രാർത്ഥന ചൊല്ലാറുണ്ട്. അങ്ങനെയെല്ലാം കൃത്യമായി ആത്മീയമായ കാര്യങ്ങളെല്ലാം അനുഷ്ഠിക്കാറുണ്ട്. ഈശോയ്ക്കും അമ്മയ്ക്കും മഹത്വം ഉണ്ടാവട്ടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 1-ാം അധ്യായം 49 ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതത്തിൽ അമ്മ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന തിരുവചനങ്ങൾ ഇവിടെ നാം ആവർത്തിക്കുമ്പോൾ എങ്ങനെയാണ് ഇന്ന് വർഷങ്ങൾക്ക് ശേഷമുള്ള തങ്ങളുടെ ഫ്രണ്ടിനെ കാണുന്നതും ആ മകൾ 21 വർഷമായിട്ട് ക്യാൻസർ രോഗവുമായി മല്ലിടുന്നു. ആ മകളാണ് തനിക്ക് എഴുന്നേൽക്കാൻ പോലും പറ്റാതെ ബോൺ ക്യാൻസറായിട്ട് കിടന്ന കിടപ്പിലായിരുന്ന മകളെ എങ്ങനെ 35 വർഷങ്ങൾക്ക് ശേഷം ഫ്രണ്ട്സ് കാണുമ്പോൾ ആ മകളുടെ അവസ്ഥ എന്തായിരുന്നു എന്നൊക്കെ നാം കേട്ടു. അനങ്ങാൻ പോലും കിടന്ന സ്ഥലത്ത് നിന്ന് അനങ്ങാൻ പറ്റാത്ത അവസ്ഥയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഉടമ്പടി നേർച്ച വസ്തുക്കളിലൂടെ കിട്ടിയ തനിക്ക് തൻ്റെ ഒന്ന് മൂവ് ചെയ്യുവാൻ, ഇത്രയെങ്കിലുമൊക്കെ നടക്കുവാൻ തനിക്ക് സാധിച്ചത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടാണെന്നും അമ്മയുമായിട്ട് ഇന്ന് തനിക്കൊരു നല്ല സ്നേഹബന്ധമാണുള്ളത്, അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, ആരും വിശ്വസിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല, അത്രയേറെ മാതാവ് എൻ്റെ അടുത്ത് വരുന്നു, എനിക്ക് അത്രയേറെ അമ്മയുടെ സാന്നിധ്യം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് ലൈല എന്ന രോഗാവസ്ഥയിൽ നിന്ന് മോചനം നേടിയ ആ മകൾ പറയുക. ക്യാൻസറിൻ്റെ മരുന്നൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല എന്ന് നമ്മോട് പറയുന്നു. അങ്ങനെ ഉടമ്പടി എടുത്ത് രോഗികളെ അന്വേഷിച്ച് നാം കടന്നു ചെല്ലുമ്പോൾ അത് ചിലപ്പോൾ ഒരിക്കലും എഴുന്നേൽക്കാൻ സാധിക്കില്ലാത്ത രോഗികളെയൊക്കെ നമ്മുടെ ഉടമ്പടിയിലൂടെ, നാം എടുത്ത ഉടമ്പടിയിലൂടെ, ഉടമ്പടി നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് അവർക്കൊക്കെ ഒരു
താങ്ങായി തണലായി കർത്താവിൻ്റെ നാമത്തിൽ നാം പ്രവർത്തിക്കുമ്പോൾ തീർച്ചയായും ഞാൻ രോഗിയായിരുന്നു, ഞാൻ കാരാഗൃഹത്തിലായിരുന്നു, ഞാൻ നഗ്നനായിരുന്നു, ഞാൻ പരദേശിയായിരുന്നു, ഇതൊക്കെ പറയുന്ന ഈശോയുടെ രൂപമാണ് നമുക്ക് മുമ്പിൽ എപ്പോഴും ഉണ്ടാവുക. അങ്ങനെ ഇന്ന് ഈ മകള് ഇവിടെ വന്ന് തൻ്റെ അനുഭവം പങ്കുവയ്ക്കുകയാണ്. തനിക്കിന്ന് പരിശുദ്ധ അമ്മ ആരാണ്, അമ്മയെ താൻ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. ഡോക്ടേഴ്സ് ഇപ്പോൾ മെഡിസിനൊന്നും ക്യാൻസറിൻ്റേത് കൊടുത്തിട്ടില്ല എന്നാണ് നമ്മോട് പറയുക. പിന്നീട് എങ്ങനെ തൻ്റെ PF കാര്യം 1 വർഷത്തോളം കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്ന റിട്ടയർമെൻറ്റിൻ്റെ സമയമായപ്പോഴൊക്കെ പെൻഷന് അപേക്ഷിച്ചതാണ്. അതൊന്നും 1 വർഷമായിട്ട് അനക്കമില്ലാതിരുന്നതൊക്കെ എങ്ങനെയാണ് ഉടമ്പടി നേർച്ച വസ്തുക്കളുമായിട്ട് ഓഫീസിലേക്ക് പോകുമ്പോൾ അവിടെ പുതിയ ഒരു ഓഫീസർ പോലും വന്നു എന്നാണ് പറയുക. അങ്ങനെ അവർ പ്രവർത്തിച്ചു. അത് പരിശുദ്ധ അമ്മ എല്ലാറ്റിനും കാരണമാകുന്നു. അമ്മയെയും കൊണ്ട് പോകുമ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള തടസ്സങ്ങളെല്ലാം തനിക്ക് മാറിക്കിട്ടിയത് എന്ന് ഈ മകളും ഇവിടെ വ്യക്തമാക്കുകയാണ്. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.